ഞാനേ വൈകുന്നേരത്തെ ചായ കുടിക്കാൻ ഒരുങ്ങാട്ടോ. നല്ല ആവി പറക്കണ നല്ല ചൂട് ചായയാണ്. കൂടാതെ കുറച്ച് കടികളും ഉണ്ട്. എന്തൊക്കെയാണ് അറിയോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട ഉണ്ട്, നല്ല ഉണ്ടംപൊരി ഉണ്ട്, കട്ലറ്റ് ഉണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും എന്താ ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ അറിയോ, ഇതിൽ കൂട്ടി കഴിക്കാനൊരു സോസ് ഇല്ല. ആ ഒരു സോസ് ഉമ്മക്ക് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കേ. അപ്പോൾ അത് എങ്ങനെയാന്നുള്ളത് നോക്കല്ലേ. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പച്ച ചട്നി. അങ്ങനെ നമ്മളെ പച്ച ചട്നി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഇതാ പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിയില, ഒരു ചെറുനാരങ്ങ, വല്യുള്ളി, 2 വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് പുതിനയില, ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പം ഉണ്ടാക്കുന്ന ആ ഒരു അളവിനാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരുന്ന അളവിൻ്റെയൊക്കെ കുറച്ച് കൂടുതലെടുത്ത് ഉണ്ടാക്കിയാൽ മതിയേ. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. മിക്സിൻ്റെ ജാറാണ് നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നല്ല ഫ്രഷ് മല്ലിയില ഇട്ടെടുത്തു. അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് ആ പുതിന ഒരു 5-8 10 കൂടി ഇട്ടുകൊടുക്കുകയാണ്. ഇഞ്ചി കഷ്ണം ഇതാ ഇത്ര വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം ഒന്നും കൂടി നമുക്ക് ചെറുതാക്കി എടുക്കട്ടോ. ചക്കക്കുരുവിൻ്റെ അത്ര വലുപ്പമുള്ള 2 വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പം ഞാൻ അത് 2 കൂടി ഇടുന്നില്ലേ, കാരണം ഒരുപാട് ഫ്ലേവർ കൂടുതലാവും. അപ്പം നമുക്ക് ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക. ഇത് വലുപ്പം തന്നെ ഉള്ളൂ കേട്ടോ, അധികം എരിവൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ 3 വലിയ പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, വലിയ ഉള്ളിയാണ്, അധികം വലുപ്പമില്ല. അപ്പം ഞാനിതാ പകുതി ഇങ്ങനെ നെടുക മുറിച്ചു. ഒന്നും കൂടി ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതാ ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങേന് നടുക മുറിച്ചതിന് ശേഷം അങ്ങനെ ഇട്ടെടുക്കണ്ടല്ലോ, നമുക്ക് പിഴിഞ്ഞിട്ടിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചേർക്കേണ്ടതായിട്ടൊന്നുമില്ല. മൂടി വെക്കാം, അടച്ച് വെക്കാം, നന്നായിട്ട് അങ്ങോട്ട് അടിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുക്കുകയാണേ, മിക്സിൻ്റെ ജാറിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേറൊരു പണിയും കൂടി ചെയ്യാണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. നന്നായിട്ട് അരഞ്ഞ് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടേ. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പാത്രത്തേക്ക് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ സെറ്റായി നിൽക്കണ ഈ ഒരു ഗ്രീൻ ചട്നിക്ക് നമ്മൾ കുറച്ച് സുർക്ക ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതായത് വിനാഗിരി. നാരങ്ങേൻ്റെ ഈ ഒരു പുളിപ്പിന് കൂടെ തന്നെ ഈ ഒരു വിനാഗിരിൻ്റെ ടേസ്റ്റും കൂടി ആയാലേ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു ചട്നിക്ക്. അങ്ങനെ ആ പാകത്തിന് പുളിപ്പും എരിവും ഒരു പ്രത്യേക ഫ്ലേവറും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു ഗ്രീൻ ചട്നി, ഇത് നമുക്ക് ഇനി കൂട്ടി കഴിക്കാനുള്ള ഐറ്റംസൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ. ഈവനിങ് സ്നാക്സുകൾ എന്ത് വെച്ചിട്ടും ഇത് നമുക്ക് കൂട്ടി കഴിക്കാം കേട്ടോ. ഇപ്പം നമുക്ക് കുടിക്കാനുള്ള ചായയും മറ്റെണ്ണക്കടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പച്ചച്ചട്നി ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഇങ്ങനെ മുക്കി ഇങ്ങോട്ട് എടുക്കാം. എന്താ രസം. മനു, ഈ പച്ച ചട്നി നമ്മളെ ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന്. അന്ന് നമ്മൾ ആ സ്നാക്സ് ഉണ്ടാക്കി കഴിച്ച സമയത്തെ ആ വീഡിയോ കണ്ടപ്പോ ഈ കഴിക്കൽ തുടങ്ങിയോ? നമുക്ക് ഇതാണ് ഇങ്ങനെ സ്നാക്സും ഇങ്ങനത്തെ ഒരു ചട്നിയും കൂടി കണ്ടാ പിന്നെ വിടൂല, ഇല്ല നല്ല കഴിക്കും. എനിക്ക് നമ്മളെ മറ്റേ തക്കാളി സോസിനെ കാട്ടിലും ഒന്നും കൂടി ഈ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർ കിട്ടോ. പുളിപ്പുള്ളൊരു ടൈപ്പ് ഫ്ലേവർ ആവും. അതെ അതെ. അപ്പോൾ ഇത് ഇങ്ങനത്തെ കടികളിലൊക്കെ പ്രത്യേകിച്ച് ഈ ഇങ്ങനത്തെ ഉള്ളിവട ഐറ്റംസ് അതിക്കൊക്കെ നല്ല ചേരും. ബജ്ജികൾക്ക് നല്ല ചേരും. പക്ഷെ ഇത് ഈ ബോണ്ട വാങ്ങി കൊണ്ടുവന്ന് എന്ത് ഉദ്ദേശത്തിലാണ് എനിക്ക് മനസ്സിലായില്ല. അതായത് ബോണ്ടന്റെ ബാക്കിലൊരു കഥ ഉണ്ട്. എന്ത് കഥയാണാവോ? ബോണ്ട പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സാധനമാണ്. ബോംബ് കഥയാണോ? അല്ല, ആ ബോണ്ട നമുക്ക് കഴിച്ചു നോക്കൊന്ന്. ബോണ്ട കഴിച്ചു നോക്കുക. നല്ല പുറം നല്ല ക്രിസ്പി അല്ലേ, ഉൾഭാഗം നല്ല സ്പോഞ്ച് പോലെ. ഒരു കഷ്ണം അതേപോലെ അങ്ങോട്ട് മുറിക്കാം, സോസ് മെല്ലെ ഡിപ്പ് ചെയ്യാം. ഇത് കഴിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിച്ചു വെക്കണേ ബോണ്ടന്റെ കൂടെ പച്ച സോസ്. പ്രത്യേക ഫീലാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് അന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ ആലോചിച്ച് നോക്കുക, അതൊന്ന് ഓർമ്മ കറക്റ്റ് കേട്ട് ഈ ടേസ്റ്റ് ഇങ്ങനെ വരുമ്പോഴാണ് ഒക്കെ ഓർമ്മയില്ല. പഴയ ലൈൻ്റെ കഥയാണ്. അതൊന്നല്ല, അന്ന് ഇതേപോലെ ഞങ്ങൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഞാനും വേറൊരുത്തരും കൂടി ഒപ്പാ പോവാ കോളേജിൽ. ഞങ്ങൾ ബൈക്കുമ്മേലാ പോവും. തിരിച്ചു വരുമ്പോ പോരാൻ നോക്കും. കാരണം എന്താ അറിയോ, പോരുന്ന വഴിയിൽ ഒരു ചായപ്പീടിയ ഉണ്ട്. ആ ചായപ്പീടിയയിൽ അന്ന് പറഞ്ഞാല് 10 ഉറുപ്പ്യക്ക് ചായയും കടിയും കിട്ടും. ആ കടപ്പുണ്ട് അവിടെ, നമുക്കൊന്ന് പോയോക്കേന്നു. ആ കട ഇപ്പൊ അവിടെ ഇല്ല, ഉണ്ട് കീഴ്ശേരി ഉണ്ട് ഇപ്പൊ ആ കട. അതെ, പക്ഷെ അവിടെയൊക്കെ വില ഒക്കെ കൂട്ടിപ്പോ. പക്ഷെ അന്ന് 10 ഉറുപ്പ്യക്ക് ചായയും കടി കിട്ടും. അപ്പൊ ഞങ്ങളിൽ ഒരാൾ എണ്ണ അടിക്കാണ്ടെങ്കിൽ മറ്റേ ആള് ചായ വാങ്ങി തരണം എന്നാണ്. അങ്ങനെ എന്നിട്ട് വരുന്ന വഴിയിൽ ഇതേപോലെ ചായ എടുക്കും, ഇതേപോലെ 2 ഉണ്ടംപൊരി എടുക്കും. കാരണം ഇത് ഏകദേശം നല്ലോണം വിശക്കുണ്ടാവല്ലോ, വൈകുന്നേരം ആയില്ലേ, ഇതൊന്നും തിന്നാൻ നല്ലോണം വിശപ്പ് വരും.
അന്നേ ഉള്ളൊരു സോസാണിത്, അന്നേ ഉള്ളൊരു ചട്നിയാണിത്. ഈ ഗ്രീൻ ചട്നിയാണ് അതിന്റെ കൂടെ ഒരു തരിക. അമ്മേ ഞാൻ അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ, സത്യമായിട്ട് പറയാം. ഗ്രീൻ ചട്നി ഉണ്ടാവും, മയോണൈസും ഉണ്ടാവും. ഞങ്ങൾ ഇതേപോലെ ഇത് കഴിച്ച് പിന്നെ ഈ ഗ്രീൻ ചട്നി ആയിട്ട് ഇത് ഇങ്ങോട്ട് കോമ്പിനേഷൻ ആയി. അതിപ്പോ ഈ പഴംപൊരിയും ബീഫും എന്നൊക്കെ പറയണ പോലെ അങ്ങനെയൊക്കെ തോന്നിക്ക്. നിങ്ങൾ പറയട്ടോ കേസ്, ഈ ഒരു ബോണ്ടന്റെ കൂടെ ഗ്രീൻ ചട്നി കൂട്ടി കഴിച്ചവർ എത്ര ആൾക്കാരുണ്ട്? എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെ അന്ന് കഴിച്ച് അതങ്ങനെ ശീലമായി. എന്നും വൈകുന്നേരം ആകുമ്പോൾ ചായ, ഈ 2 ബോണ്ട, ചായ 2 ബോണ്ട, ഈ ചട്നി. ഇവിടെ വിനാടനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇങ്ങനത്തെ ബോണ്ടാന്ന് പറഞ്ഞാൽ എന്തൊരു ഇഷ്ടമാണ് അറിയോ. പക്ഷെ ഗ്രീൻ ചട്നി ഒന്നും ഇഷ്ടമില്ല കേട്ടോ. ഇഷ്ടമില്ല പറഞ്ഞാൽ ആ പുതിനേന്റെ മല്ലിച്ചപ്പിന്റെ നില ആ ഒരു ടേസ്റ്റ് മൂപ്പർക്ക് ഇഷ്ടം കുറച്ച് കുറവാണ്. ഞാൻ അങ്ങനെ നിർബന്ധിക്കുമ്പോൾ കഴിക്കുന്നൊക്കെ ഉള്ളൂ. പക്ഷെ ഇതൊരു 10 കൊടുത്താൽ ഒറ്റടിക്ക് കഴിച്ചോളൂ, അത്ര ഇഷ്ടമാണ്. ഞാൻ ഒരു 5 ഉള്ളിവടയൊക്കെ കഴിക്കുമ്പോൾ മൂപ്പര് ഒരു 10 ബോണ്ടൊക്കെ കഴിച്ചോളൂ. എനിക്ക് ഉള്ളിവടയാണ് ഇഷ്ടം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അടുത്തെടുത്താലോ? അടുത്തെടുക്കാം. കട്ട്ലറ്റ് ഇതേപോലെ എടുക്കുക സോസില്. കട്ട്ലറ്റിനൊക്കെ പിന്നെ ചേരും. നല്ല രസമുണ്ട് ഈ കട്ട്ലറ്റ്, നല്ല ഇഷ്ടമായി. ഇതുകൊണ്ട് വാങ്ങിയെന്ന് പറഞ്ഞ് കൊറേ കാലത്തിന് ശേഷം കൊറേ പലഹാരങ്ങളും കൊണ്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ നമ്മള് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെ അങ്ങനെ എഴുതി കൊടുക്കലോ ആണല്ലോ, അതൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരുന്നല്ലാതെ. ഇങ്ങനെ അതായത് ഇത് ചൂടോടെ നമ്മളെ ചെറിച്ചന്റെ കടയിൽ നിന്ന് തന്നെ വാങ്ങിയാണ്. ഇവിടെ കാവനൂരിലെ എന്റെ കുട്ടച്ചന്റെ കടേന്റെ ഒരു ടീ ക്ലബ്ബോ പേരാണ്. അതെ, കറക്റ്റ് പേരൊന്നുമില്ല. അതാണ്, അവിടുന്ന് വാങ്ങിയാണ്. അടുത്തെടുത്താലോ? സമൂസ. ഓ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ത്രികോണാകൃതിയിൽ നല്ല ഷേപ്പാക്കി വെച്ച സമൂസ. ഇതിനൊക്കെ പിന്നെ നന്നായിട്ട് തരും. ഇന്നൊക്കെ അതിലുള്ള കോമ്പിനേഷനാണ് ഈ സാധനം. എനിക്ക് ഇതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉള്ളിവടയിൽ കുട്ടി തിന്നാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ ബോണ്ട, അതിന്റെ കൂടെ ഈ സോസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ ഒരു വീഡിയോ കാണണം, ഈ ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കണം, നിങ്ങളെ നല്ല അഭിപ്രായങ്ങൾ എഴുതണം. അതേപോലെ സ്നാക്സൊക്കെ കൂട്ടി കഴിച്ചു നോക്കി സൂപ്പറാണ് എന്നൊക്കെ നിങ്ങൾ പറയണേ കേൾക്കാൻ ആണ് ഞങ്ങളിതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അതുപോലെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കുക. എന്നാലാണ് നമ്മളുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. ചൂടുള്ള ചായ നിർത്തോ, അതിലുണ്ട് കുറച്ച് അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വേഗം വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. പറഞ്ഞു കഴിയാതെ തരില്ല, പറഞ്ഞു കഴിഞ്ഞിട്ട് തരാം. ഇതിങ്ങനെ പറയല്ലേ നിരന്തരം, പിന്നെ അങ്ങനെ വന്നു പോവാണ്.